ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അൽഹംദുലില്ലാഹ്, വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള അറിവുമായി ബന്ധപ്പെട്ട മഹത്വമേറിയ ഒരു ദർസിലാണ് നാം ഓരോരുത്തരുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ അസ്മാഉകളും സിഫാത്തുകളും അഥവാ അവൻ്റെ നാമങ്ങളും ഗുണവിശേഷണങ്ങളും പഠിക്കുന്ന ദർസാണ് അൽഹംദുലില്ലാഹ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെയധികം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന നാമങ്ങൾ കഴിഞ്ഞ ഏതാനും ദർസുകളിൽ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ആ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടുന്ന സുപ്രധാനമായ സ്വഭാവ വിശേഷങ്ങളെ സംബന്ധിച്ചും നാം പറയുകയുണ്ടായി. അതെല്ലാം തന്നെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 3 നാമങ്ങളാണ്, 3 അസ്മാഉകളാണ് പഠിക്കുവാനുള്ളത്. ഒന്ന് അൽ ഖാദിർ, മറ്റൊന്ന് അൽ ഖദീർ, മൂന്നാമത്തത് അൽ മുഖ്തദിർ. ഈ 3 നാമങ്ങൾ അൽ ഖാദിർ, അൽ ഖദീർ, അൽ മുഖ്തദിർ, ഈ 3 നാമങ്ങളും അള്ളാഹുവിൻ്റെ ഒരു സിഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഏതാണത്? അൽ ഖുദ്റ, അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അവൻ്റെ കഴിവ്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തഖ്ദീർ, അവൻ്റെ വിധി, അവൻ്റെ കണക്കാക്കൽ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ 3 നാമങ്ങളും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ 3 പേരുകളും ഈ 3 നാമങ്ങളും അള്ളാഹുവിൻ്റെ ഒരു സിഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതാണ് അൽ ഖുദ്റ, അള്ളാഹുവിൻ്റെ കഴിവ്, അല്ലെങ്കിൽ അതിനോട് തന്നെ ചേർത്ത് പറയാവുന്ന അൽ തഖ്ദീർ, അള്ളാഹുവിൻ്റെ കണക്കാക്കൽ, അള്ളാഹുവിൻ്റെ വിധി നിർണയം. അൽ ഖാദിർ എന്ന ഇസ്മ പരിശുദ്ധ ഖുർആനിൽ ഏകദേശം 12ഓളം സ്ഥലങ്ങളിലുണ്ട്. അതേപോലെ തന്നെ അൽ ഖദീർ എന്ന നാമം ഏകദേശം 45ഓളം സ്ഥലങ്ങളിലുണ്ട്. അൽ മുഖ്തദിർ എന്ന നാമവും ഏകദേശം 4ഓളം സ്ഥലങ്ങളിലുണ്ട്. ഈ 3 നാമങ്ങളും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് അൽ ഖാദിർ എന്ന നാമം നമുക്ക് സൂറത്തു അൽ അൻആമിലെ 65-ാമത്തെ ആയത്തിൽ കാണാം. ഖുൽ ഹുവൽ ഖാദിറു, പറയുക അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാകുന്നു, അലാ അൻ യബ്അസ അലൈക്കും, നിങ്ങളുടെ മേൽ അദാബൻ മിൻ ഫൗഖിക്കും, നിങ്ങളുടെ മേൽഭാഗത്ത് നിന്ന് ശിക്ഷ ഇറക്കുവാൻ. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സൂറത്തുൽ അൻആമിലെ 65-ാമത്തെ ആയത്തിൽ അൽ ഖാദിർ എന്ന ഇസ്മ നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ ഖദീർ എന്ന ഇസ്മ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിലുണ്ട്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നമ്മൾ ധാരാളമായി പാരായണം ചെയ്യുന്നു. സൂറത്തുൻ നിസായിലെ 149-ാമത്തെ ആയത്തിൽ കാണാം, ഫഇന്നല്ലാഹ കാന അഫുവൻ ഖദീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഫുവാണ്, മാപ്പ് നൽകുന്നവനാണ്. അതേപോലെ തന്നെ ഖദീറ, അവൻ ഖദീറുമാണ്, കഴിവുള്ളവനുമാണ്, കഴിവുറ്റവനുമാണ്. ഇനി മുഖ്തദിർ എന്ന ഇസ്മ സൂറത്തുൽ ഖമറിലെ 55-ാമത്തെ ആയത്തിൽ കാണാം, ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, സത്യസന്ധതയുടെ ഇരിപ്പിടത്തിലായിരിക്കും സത്യവിശ്വാസികൾ. ഇൻദ മലീകിൻ മുഖ്തദിർ, കഴിവുറ്റവനായ അധിപനായ അള്ളാഹുവിൻ്റെ അടുക്കൽ. അവിടെ മുഖ്തദിർ എന്ന ഇസ്മ കാണാൻ സാധിക്കും.
ഈ 3 ഇസ്മുകളും നാം പറഞ്ഞു ഖുദറത്ത് എന്ന സിഫത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കഴിവ് അതല്ലെങ്കിൽ തഖ്ദീർ, അള്ളാഹു കണക്കാക്കുക എന്ന സിഫത്തിൽ നിന്ന് വന്നതാണ്. ഖദറ യഖ്ദിറു ഖദറൻ, ഖദറ യഖ്ദിറു ഖദറൻ എന്ന് പറഞ്ഞാൽ സാധിക്കുക അല്ലെങ്കിൽ കണക്കാക്കുക. ഹക്കമ വിധിക്കുക, ഖദ്ദറ കണക്കാക്കുക, വഖസമ അതേപോലെ തന്നെ ഓഹരി വെക്കുക. ഇതിനൊക്കെ ഖദറ എന്ന വേർഡ് ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ ഖദ്ദറ യുഖദ്ദിറു തഖ്ദീറൻ, വിധി നിർണയിക്കുക, കാര്യങ്ങൾ കണക്കാക്കുക എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഖദറ യഖ്ദിറു ഖുദ്റതൻ എന്ന് പറഞ്ഞാൽ തമക്കന മിൻ ഫിഅലി ഷൈഇ, ഒരു കാര്യം ചെയ്യാൻ സാധിക്കുക. ഔ തഗല്ലബ അലൈ ഷൈ, അല്ലെങ്കിൽ ഒരു കാര്യത്തെ കീഴ്പ്പെടുത്തി അതിനെ അതിജയിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനുമുള്ള കഴിവുണ്ടാവുക. അതിനാണ് ഖദറ യഖ്ദിറു ഖുദ്റതൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാര്യങ്ങളെ നിർണയിച്ച് കണക്കാക്കുന്നതിനാണ് ഖദ്ദറ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ഇസ്മുകൾ യോജിക്കുന്നതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ കാര്യങ്ങളും വ്യക്തമായി ഖദറാക്കിയിട്ടുള്ളത്. ജീവജാലങ്ങളുടെ ഖദർ, അവയുടെ എണ്ണം, അവരുടെ രൂപം, അവയുടെ സ്വഭാവ സവിശേഷതകൾ, ആകാശലോകങ്ങൾ, ഭൂമി, അവക്കിടയിലുള്ള ചെറുതും വലുതുമായ മുഴുവൻ വസ്തുക്കൾ, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളും, ജീവനില്ലാത്തതുമായ വസ്തുക്കൾ തുടങ്ങി എല്ലാറ്റിനെയും ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയിട്ടുണ്ട്. അതാണ് സൂറത്തുൽ മുർസലാത്തിലെ 23-ാമത്തെ ആയത്തിൽ കാണാം, ഫഖദർനാ ഫനിഅമൽ ഖാദിറൂൻ, നാം കാര്യങ്ങളെ കണക്കാക്കിയിരിക്കുന്നു, നാം എത്ര നന്നായി കണക്കാക്കുന്നവരാകുന്നു. അപ്പോൾ ഖാദിർ എന്ന് ഇവിടെ അള്ളാഹുവിൻ്റെ ഖദറിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു എന്ന് ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കാം. സൂറത്തു ആലു ഇമ്രാനിലെ 26-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. ഖുൽ, നബിയെ പറയുക, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി, സകല ആധിപത്യത്തിൻ്റെയും ഉടമസ്ഥനായ അല്ലാഹുവേ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് എടുത്തു കളയുകയും ചെയ്യുന്നു. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് എടുത്തു കളയുകയും അവർക്ക് നീ നിന്ദ്യത നൽകുകയും ചെയ്യുന്നു. ബിയദിക്കൽ ഖൈർ, എല്ലാം നിന്റെ കൈകളിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. അപ്പോൾ ആധിപത്യം നൽകൽ, ആധിപത്യം എടുത്തു കളയൽ, പ്രതാപം നൽകൽ, പ്രതാപം എടുത്തു കളയൽ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധീനതയിലുള്ളതാണ്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അതേപോലെ തന്നെ ഇല്ലാത്ത ഒന്നിനെ അവൻ ഉണ്ടാക്കുന്നു, ഉള്ള ഒന്നിനെ അവൻ ഇല്ലാതെയാക്കുകയും ചെയ്യുന്നു. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും അവൻ പുറത്തു കൊണ്ടുവരുന്നു. സൂറത്തുൽ ഹജ്ജിലെ 6-ാമത്തെ ആയത്തിൽ കാണാം, ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവൽ ഹഖ്, അവനാകുന്നു അൽ ഹഖായിട്ടുള്ളവൻ. വ അന്നഹു യുഹ്യിൽ മൗത, അവൻ മരണപ്പെട്ടവരെ അല്ലെങ്കിൽ നിർജീവമായതിന് അവൻ ജീവൻ നൽകുന്നു. വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. അതേപോലെ തന്നെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങളും സൃഷ്ടികളും സൂറത്തുൻ നൂറിലെ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാ, എല്ലാ ജീവജാലങ്ങളെയും അവൻ വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ റിജ്ലൈനി വമിൻഹും മൻ യംശി അലാ അർബഇൻ യഖ്ലുഖുല്ലാഹു മാ യശാ, അവൻ സൃഷ്ടിച്ച ജീവജാലങ്ങളിൽ വയറുകൊണ്ട് നടക്കുന്ന അഥവാ ഉദരം ഉപയോഗിച്ചുകൊണ്ട്, വയറിൻ്റെ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നവയുണ്ട്, 2 കാലിൽ നടക്കുന്നവയുണ്ട്, 4 കാലിൽ നടക്കുന്ന ജീവജാലങ്ങളുമുണ്ട്. യഖ്ലുഖുല്ലാഹു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം സൃഷ്ടിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പിൻ്റെ പിന്നിലും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു.
അതേപോലെ തന്നെ അവനെ തോൽപ്പിച്ച് കളയാൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തോൽപ്പിച്ച് കളയാൻ ഒരാൾക്കും സാധ്യമല്ലാത്ത വിധം സമ്പൂർണമായ ഖുദ്റത്തിന്റെ ഉടമയാണ്, കഴിവിന്റെ ഉടമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സൂറത്തു ഫാത്തിറിലെ 44-ാമത്തെ ആയത്തിൽ കാണാം, അവലം യസീറു ഫിൽ അർദ് ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം വകാനൂ അശദ്ദ മിൻഹും ഖുവ്വ. ഇവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? പൂർവികരായ ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്നവർക്ക് നോക്കിക്കാണാമല്ലോ. ഇവരെക്കാൾ ശക്തന്മാരും ഊക്കന്മാരുമായിരുന്നു അവർ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ സത്യനിഷേധികളോട് പറയുകയാണ്, പൂർവകാല സമൂഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുക. അവരെല്ലാം വളരെ വലിയ ശക്തിയും ഊക്കുമുള്ളവരുമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. കാരണം അല്ലാഹുവിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ആകാശങ്ങളിലോ ഭൂമിയിലോ അല്ലാഹുവിനെ തോൽപ്പിച്ചു കളയാൻ ഒന്നുമില്ല, ആരുമില്ല. ഇന്നഹു കാന അലീമൻ ഖദീറ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും ഖദീറുമാകുന്നു, കഴിവുള്ളവനാകുന്നു. അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. സൂറത്തുൽ ഫാത്തിറിലെ 44-ാമത്തെ ആയത്ത്. അപ്പോൾ ഈ വചനങ്ങളെല്ലാം തന്നെ നമുക്ക് നൽകുന്ന മൊത്തത്തിലുള്ള ഒരു ആശയമുണ്ട്. എന്താണത്? നമുക്കതിങ്ങനെ സംഗ്രഹിക്കാം. ഒന്ന്, ഇല്ലാത്തതിനെ ഉണ്ടാക്കുവാനും ഉള്ളതിനെ ഇല്ലാതെയാക്കുവാനുമുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. ശുദ്ധ ശൂന്യതയിൽ നിന്ന് ഒന്നിനെ സൃഷ്ടിക്കുവാൻ അല്ലാഹുവിന് സാധിക്കും. അതേപോലെ തന്നെ അവയെ നശിപ്പിച്ച് തീരെ ഇല്ലാതെയാക്കുവാനും പഴയ പോലെ ശൂന്യതയിലേക്ക് കൊണ്ടുപോകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. സൃഷ്ടികൾക്കാർക്കും ഇങ്ങനെ ഒരു കഴിവില്ല. ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ കൊണ്ടുവരാനും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ കൊണ്ടുവരാനും സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ അല്ലാഹുവിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന കാര്യം അല്ലാഹുവിന് കഴിയില്ല എന്ന് പറയാൻ പറ്റാത്ത വിധം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. മാത്രമല്ല അല്ലാഹു ഒരു കാര്യം ഖദറാക്കിയാൽ, കണക്കാക്കിയാൽ, തീരുമാനിച്ചാൽ അവനെ തോൽപ്പിക്കാനും ആർക്കും കഴിയില്ല. ഇപ്രകാരമാകുന്നു അല്ലാഹുവിൻ്റെ ഖുദ്റത്ത്. അതേപോലെ തന്നെ ഒരു കാര്യം ഉണ്ടാകുവാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ അല്ലാഹുവിന് യാതൊരു നിലക്കും ആ വിഷയത്തിൽ അധ്വാനിക്കുകയോ ക്ഷീണിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. ഒരു കാര്യം അല്ലാഹു ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ, ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ മതി. ഫയകൂൻ, അപ്പോൾ അത് ഉണ്ടായിത്തീരും. അത്രയും വിപുലമായ കഴിവുള്ളവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ വസ്തുക്കളുടെയും ഖദർ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എത്ര മഴ പെയ്യണം, ലോകമുണ്ടായത് മുതൽ ലോകാവസാനം വരെ എത്ര തുള്ളി മഴ പെയ്യും, എത്ര ജീവജാലങ്ങൾ, അവയുടെ സ്വഭാവം, അവയുടെ പെരുമാറ്റം, അവർക്കുണ്ടാകുന്ന സന്താനങ്ങൾ, അവയുടെ ഉപജീവനം, അവയുടെ താമസ സ്ഥലം, അവയുടെ ആയുസ്, അവയുടെ മരണം തുടങ്ങി എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ഖദറാക്കിയിട്ടുണ്ട്. അത് ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്, ഖദറുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖദർ എന്ന് പറഞ്ഞാൽ ഖുദ്റത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ്, അള്ളാഹുവിൻ്റെ കഴിവാണത്. അതിലവനെ തോൽപ്പിച്ചു കളയാൻ ആർക്കും സാധ്യമല്ല. അവൻ ഖദറാക്കിയ ഒന്നിനെ തട്ടിക്കളയാനോ അവൻ ഖദറാക്കാത്ത ഒന്നിനെ നടപ്പിൽ വരുത്താനോ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല. അതോടൊപ്പം തന്നെ അവൻ വിധി നിർണയിക്കുന്നവനാണ്. യഹ്കുമു മാ യുരീദ്, അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ വിധിക്കുന്നു. മതപരമായ നിയമങ്ങളും ഭൗതികമായ എന്തെല്ലാം നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളൊക്കെ സംവിധാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ലാ മുബദ്ദില ലി കലിമാതിഹി, അള്ളാഹുവിൻ്റെ കലിമാത്തുകളെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. വല്ലാഹു യഹ്കുമു ലാ മുഅഖിബ ലി ഹുക്മി, അള്ളാഹു വിധിക്കുന്നു, അവൻ്റെ വിധിയെ മാറ്റിമറിക്കാനും ആർക്കും കഴിയില്ല. ഇങ്ങനെ ഭൗതികവും മതപരവുമായ എല്ലാ നിയമങ്ങളും വിധിക്കുന്നത് അള്ളാഹുവാണ്. അവനെതിരിൽ ആർക്കും വിധി നടത്തുവാൻ സാധിക്കുകയില്ല. ഇന്നക തഖ്ദീ വലാ യുഖ്ദാ അലൈക്, അള്ളാഹുവേ നീ വിധിക്കുന്നു, നിനക്കെതിരിൽ ആർക്കും വിധിക്കുക സാധ്യമല്ല. ഇപ്രകാരമുള്ള എല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകതകളും കഴിവുകളും സൂചിപ്പിക്കുന്ന 3 നാമങ്ങളാണ് അൽ ഖാദിറു വൽ ഖദീറു വൽ മുഖ്തദിർ. ഈ 3 അസ്മാകളും തമ്മിൽ ഒരേ സിഫത്തിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും അവയിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. അൽ ഖാദിർ എന്ന് പറഞ്ഞാൽ
അള്ളാഹു കഴിവുള്ളവനാണ് എന്ന ഖുദ്റത്ത് എന്ന സിഫത്തിനെ സ്ഥാപിക്കലാണ് അൽ ഖാദിർ എന്ന് പറഞ്ഞാൽ. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നതിനെ സ്ഥാപിക്കുകയാണ് അൽ ഖാദിർ എന്ന ഇസ്മ. ഖദീർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. എല്ലാറ്റിനും കഴിവുള്ളവൻ, ശിക്ഷിക്കുവാനും രക്ഷിക്കുവാനും കഴിവുള്ളവൻ, ജീവിപ്പിക്കുവാനും മരിപ്പിക്കുവാനും കഴിവുള്ളവൻ, സൃഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും കഴിവുള്ളവൻ. ഇങ്ങനെ എല്ലാറ്റിനും അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ വിപുലതയെയും വ്യാപ്തിയെയും അതിൻ്റെ അതിരില്ലായ്മയെയും കാണിക്കുന്നതാണ് ഖദീർ എന്ന ഇസ്മ. അൽ മുഖ്തദിർ എന്ന് പറഞ്ഞാൽ ഇവ രണ്ടിൻ്റെയും മുബാലഗത്താണ്. എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് ഇനി ഒരു ഖുദ്റത്തില്ല, അതിനപ്പുറത്ത് ഇനി ഒരു കഴിവില്ല. അങ്ങനെ ഖുദ്റത്തിൻ്റെ ഏറ്റവും അങ്ങേ തലയിലുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന വർധനവിനെ സൂചിപ്പിക്കുന്ന ഇസ്മാണ് അൽ മുഖ്തദിർ. എന്നാൽ 3 അസ്മാകളും അള്ളാഹുവിൻ്റെ വിപുലമായ കഴിവിനെയും അവൻ്റെ ഔന്നിത്യത്തെയും അവൻ്റെ മഹത്വത്തെയും അവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിവില്ല എന്ന യാഥാർത്ഥ്യത്തെയും സൂചിപ്പിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിൻ്റെ ആ സിഫത്തിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ മറ്റു ചില അസ്മാകളുണ്ട്. ആ അസ്മാകളെ ഈ ഇസ്മുമായി ചേർത്ത് പറയുമ്പോൾ ലഭിക്കുന്ന ചില ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതിൽ പ്രധാനമായും 2 ഇസ്മുകളാണ്. അതിലൊന്ന് സൂറത്തുൽ മുംതഹന 7-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലാഹു ഖദീറുൻ, അല്ലാഹു കഴിവുള്ളവനാണ്, വല്ലാഹു ഗഫൂറുർ റഹീം, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യമുള്ളവനുമാകുന്നു. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും ചേർത്ത് പറഞ്ഞത് വളരെ ശ്രദ്ധാർഹമാണ്. എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. എന്നിരിക്കെ സൃഷ്ടികളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാതിരിക്കാൻ അള്ളാഹുവിന് കഴിയും, അവരെ ശിക്ഷിക്കുവാൻ അള്ളാഹുവിന് കഴിയും, അവരെ ആളുകൾക്കിടയിൽ വഷളാക്കുവാൻ അള്ളാഹുവിന് കഴിയും. ഇതിനെല്ലാം ഖുദ്റത്തുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അള്ളാഹുവിൻ്റെ റഹ്മത്തും അവൻ്റെ കഴിവുകേടല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അള്ളാഹു മാപ്പ് നൽകുന്നത് അവൻ്റെ കഴിവുകേട് കൊണ്ടല്ല, അള്ളാഹു റഹ്മത്ത് കാണിക്കുന്നത് അവൻ്റെ കഴിവുകേട് കൊണ്ടല്ല, മറിച്ച് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നതോടൊപ്പം തന്നെ അവൻ അങ്ങേയറ്റം കാരുണ്യമുള്ളവനും. എത്ര വലിയ കുറ്റങ്ങൾ ചെയ്താലും, കാരണം അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹുവിന് പുറത്തു നൽകാൻ പറ്റാത്ത വിധമുള്ള ഒരു പാപവുമില്ല. എന്നാൽ സൃഷ്ടികൾ തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ നടത്തണമെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഏത് പാപങ്ങളും പൊറുക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു അല്ലാതെ ഇല്ല, അവൻ എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്, അവൻ കാരുണ്യവാനാണ്. ഇങ്ങനെയൊക്കെ പരിശുദ്ധ ഖുർആനിൽ കാണാം. അപ്പോൾ അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നത്, റഹ്മത്ത് നൽകുന്നത് അവൻ്റെ കഴിവുകേടല്ല, മറിച്ച് അവൻ എല്ലാറ്റിനും കഴിവുള്ളവനായിരിക്കെ തന്നെ അള്ളാഹു കാരുണ്യവാനാണ്, മഗ്ഫിറത്ത് നൽകുന്നവനാണ് എന്ന് പഠിപ്പിക്കുകയാണ് സൂറത്തുൽ മുംതഹനയിലെ 7-ാമത്തെ ആയത്ത്. അതേപോലെ തന്നെ സൂറത്തുൻ നഹ്ലിലെ 70-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നല്ലാഹ അലീമുൻ ഖദീറുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമാണ്, ഖദീറാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ ഇൽമ് എന്ന സിഫത്തിനെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തുമായി ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അതിനുള്ള കാരണം ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതെല്ലാം അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല, നമുക്ക് കാണാൻ സാധിക്കും സൃഷ്ടികളിൽ ചിലരുണ്ട്, അവർക്ക് എല്ലാറ്റിനും കഴിവുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരുടെ കഴിവ് ഉപയോഗിച്ച് അവർ എന്തും ചെയ്യും. അതിൽ അറിവുണ്ടാവില്ല, ഹിക്മത്ത്, തത്വജ്ഞാനം ഉണ്ടാവുകയില്ല, യുക്തി ഉണ്ടാവുകയില്ല, ബുദ്ധി ഉണ്ടാവുകയില്ല. തനിക്ക് കഴിവുണ്ട് എന്ന് കരുതി ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് അപകടവും ഫസാദും ഉണ്ടാക്കി തീർക്കുന്ന മനുഷ്യരിൽ ചിലരെ കാണാം. അവർക്ക് നൽകപ്പെട്ട കഴിവ് വളരെ നിസ്സാരമാണ്, എന്നിട്ട് പോലും അതിൽ നിന്ന് ധാരാളം ളുൽമകൾ ഉണ്ടാക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്ന് പറയുന്നത് കേവലം കുറേ ശക്തിയും കഴിവുമുണ്ടാവുകയും അതിനെ തീർത്തും അന്യായമായും യുക്തിയില്ലാതെയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നവനല്ല നമ്മുടെ സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുദ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുന്ന ഓരോ കാര്യങ്ങളും ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറയുന്നത്, അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ. സൃഷ്ടികർത്താവായ അള്ളാഹുവിന് കാര്യങ്ങൾ അറിയില്ലെന്നോ, അവനെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
അപ്പോൾ എല്ലാം അറിയുന്നവനായ ഖാലിഖാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ ഖുദ്റത്തിൻ്റെ കൂടെ അവൻ്റെ ഇൽമുണ്ട്, അവൻ്റെ ഹിക്മത്തുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും എവിടെ എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ എവിടെയും തന്നെ നമുക്ക് ബാത്തിലായ ഒന്നും കാണാൻ കഴിയില്ല. വമാ ഖലഖന സ്സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാത്തില. ആകാശത്തെയോ ഭൂമിയെയോ അവയ്ക്കിടയിലുള്ളതിനെയോ വ്യർത്ഥമായി സൃഷ്ടിച്ചിട്ടില്ല. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ആളുകൾ പറയും, റബ്ബന മാ ഖലഖത ഹാദാ ബാത്തില, ഞങ്ങളുടെ രക്ഷിതാവേ ഇതിൽ ഒന്നുപോലും നീ വ്യർത്ഥമായി വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ എവിടെയും തന്നെ നമുക്ക് ബാത്തിലായ ഒന്ന് കാണാൻ കഴിയില്ല. അല്ലാഹുവിൻ്റെ ഖുദ്റത്ത് ഇൽമിൻ്റെ കൂടി അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇന്നല്ലാഹ അലീമുൻ ഖദീർ എന്ന ആയത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നാം അള്ളാഹുവിൻ്റെ ഒരു ഇസ്മു പഠിച്ചാൽ, ഒരു നാമം പഠിച്ചാൽ ആ ഇസ്മിൽ ഒരു സിഫത്ത് ഉണ്ടാകും. അപ്പോൾ അൽ ഖാദിറു, അൽ ഖദീറു, അൽ മുഖ്തദിർ എന്ന 3 അസ്മാകളും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എന്ന സിഫത്തിനെ കുറിക്കുന്നു, ആ ഗുണത്തെ കുറിക്കുന്നു. അള്ളാഹുവിൻ്റെ കഴിവ്, അവൻ്റെ ശക്തി, അവനാർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു അവസ്ഥ, അതിലേക്ക് സൂചന നൽകുന്ന ഈ 3 അസ്മാകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടുന്ന ചില മാറ്റങ്ങളുണ്ട്. അത് ഓരോന്നായി നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തത് പരലോകത്തിലുള്ള അടിയുറച്ച വിശ്വാസം. അത് നമുക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ ഈ 3 അസ്മാകളാണ്. എന്താണ് തെളിവ്? സൂറത്തുൽ ബഖറയിലെ 148-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. സൂറത്തുൽ ബഖറയിലെ 148-ാമത്തെ ആയത്ത്, ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും യഅതി ബികുമുല്ലാഹു ജമീഅ, നിങ്ങളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും മഹ്ശറിൽ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. അപ്പോൾ ഭൂമിയിൽ എവിടെയാണ് നിങ്ങൾ മരിച്ചു കിടക്കുന്നതെങ്കിലും, മണ്ണോട് മണ്ണ് ചേർന്നു, ശരീരം മുഴുവൻ മണ്ണ് ചേർന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൊണ്ടുവരും. ഇനി സമുദ്രത്തിൽ നിങ്ങൾ അലിഞ്ഞുപോയി, ഏതെങ്കിലും മത്സ്യം നിങ്ങളെ അകത്താക്കി, ആ മത്സ്യവും നശിച്ചുപോയി, എന്നാലും അല്ലാഹു നിങ്ങളെ കൊണ്ടുവരും. ആകാശലോകത്ത് വെച്ച് നിങ്ങൾ കത്തിക്കരിഞ്ഞ് ചാമ്പലായി, കാറ്റായി, ധൂളികളായി പാറിപ്പറന്നുപോയി, എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പുനർജീവിപ്പിക്കും. അതാണ് ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ, നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹു നിങ്ങളെ മഹ്ശറിൽ കൊണ്ടുവരും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. സൂറത്തുൽ അഹ്ഖാഫിലെ 33-ാമത്തെ ആയത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കി അല്ലാഹു പറയുന്നു, അവലം യറൗ, മനുഷ്യർ കാണുന്നില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അല്ലാഹു, വലം യഅയ ബിഖൽഖിഹിന്ന, അവയെ സൃഷ്ടിച്ചപ്പോൾ അവനൊരു ക്ഷീണവും ബാധിച്ചിട്ടില്ല, ബിഖാദിരിൻ, അവൻ ഖാദിറാണെന്ന്, കഴിവുള്ളവനാണെന്ന്, അലാ അൻ യുഹ്യിയൽ മൗത, മരിച്ചവരെ, മരണപ്പെട്ടവരെ ജീവിപ്പിക്കുവാൻ അള്ളാഹുവിന് കഴിവുണ്ട് എന്ന് സത്യനിഷേധികൾ കാണുന്നില്ലേ? ബല, എന്നാൽ അറിയുക, ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. അപ്പോൾ എല്ലാറ്റിനും കഴിവുള്ളവനായ അള്ളാഹുവിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് നാം അടിയുറച്ചു വിശ്വസിക്കുന്നു. മരണാനന്തര ജീവിതമുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ നാം അടിയുറച്ചു വിശ്വസിക്കുകയും ആ ഒരു ലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാൻ അർഹമായി തീരുന്ന അമലുകളെല്ലാം ചെയ്തുകൊണ്ട് തിന്മകളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പരലോകത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ലിഖാഇൻ്റെ സന്ദർഭത്തെ ആഗ്രഹിച്ചുകൊണ്ട് നല്ല ഒരു ജീവിതം നയിക്കുക എന്നത് ഈ 3 അസ്മാകൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടുന്ന കാര്യമാണ്. രണ്ടാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തണം. കാരണം ഖുദ്റത്തുള്ള കഴിവുള്ള ഒരാളെ സാധാരണ നിലക്ക് നമ്മൾ മനുഷ്യർക്കിടയിൽ ഒരു ഉദാഹരണമായി പറയട്ടെ, മനുഷ്യർക്കിടയിൽ നല്ല കഴിവുള്ള ആളുകളെ നാം എന്ത് ചെയ്യുന്നു? മഹത്വപ്പെടുത്തുന്നു, ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എങ്കിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് എത്ര വലുതാണ്! ഈ ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും എന്തെല്ലാം കഴിവുണ്ടോ ആ കഴിവൊക്കെ നൽകിയതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ അള്ളാഹു എത്രമാത്രം വിപുലമായ കഴിവുള്ളവനായിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കണം, അവനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കണം. സൂറത്തു സുമറിലെ 67-ാമത്തെ ആയത്തിൽ കാണാം, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ടുന്ന മുറപ്രകാരം കണക്കാക്കിയില്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ
വലിപ്പവും മഹത്വവും പറയുകയാണ്. വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ, ഭൂമി മുഴുവൻ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ ഒരു പിടുത്തത്തിലായിരിക്കും. വസ്സമാവാതു മത്വിയ്യാതും ബിയമീനി, ആകാശങ്ങളുടെ വിപുലത എത്രയാണ്, അതെല്ലാം അള്ളാഹു അവൻ്റെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിച്ചിരിക്കും. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ ഉന്നതനും പരിശുദ്ധനുമാകുന്നു. അപ്പോൾ അള്ളാഹുവിനെ തഅദീം ചെയ്യണം. അള്ളാഹുവിൻ്റെ ഖദർ, അവൻ്റെ ഖദാ, ആ ഖദറിൻ്റെയും ഖദാഇൻ്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ നടപ്പിലാക്കപ്പെടുന്ന നിയമങ്ങൾ, മതപരമായ നിയമങ്ങളുടെ ഔന്നിത്യം, മഹത്വം, പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടികളിലും കാണപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തഅദീം ചെയ്യണം. അവൻ്റെ മുന്നിൽ വിനയാന്വിതരാകണം, അവന് കീഴ്പ്പെടണം. അങ്ങനെയുള്ള ആളുകളായി തീരണം. ഇതാണ് രണ്ടാമത് ഈ അസ്മാഉകൾ പഠിച്ചാൽ നമ്മിൽ ഉണ്ടാവേണ്ടുന്ന മാറ്റം. മൂന്നാമത്തത്, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ സഹായം തേടുവാനും പാടുള്ളൂ. നമുക്കറിയാം, അഫ്ദലു ദിക്ർ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, അവനല്ലാതെ ഇബാദത്തുകൾ ചെയ്യാൻ പാടില്ല, നേർച്ചകൾ വഴിപാടുകൾ അവനല്ലാതെ നൽകാൻ പാടില്ല, അവനോടല്ലാതെ പ്രാർത്ഥിക്കാനോ ഇസ്തിഗാസ നടത്താനോ ഇസ്തിആന നടത്താനോ ഇസ്തിആദ നടത്താനോ പാടില്ല. കാരണം വഹ്ദഹു, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല, ലഹുൽ മുൽക്കു, ആധിപത്യം അവനാണ്, വലഹുൽ ഹംദു, സകല സ്തുതികളും അവനാണ്, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. മനുഷ്യരാകട്ടെ ദുർബലരാണ്. വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദുർബലനായിട്ടാണ്. യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, മനുഷ്യരെ നിങ്ങളെല്ലാവരും ഫഖീറുകളാണ്, അള്ളാഹുവാണ് സ്തുത്യർഹനും ധന്യനുമായിട്ടുള്ളവൻ. അപ്പോൾ സൃഷ്ടികൾ അഖിലവും ദുർബലരാണ്. അവർക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ അത് അള്ളാഹു നൽകിയത് മാത്രമാണ്. അതുകൊണ്ട് സൃഷ്ടികളോടല്ല ചോദിക്കേണ്ടത്, സൃഷ്ടാവിനോടാണ്. അഫമൻ യഖ്ലുഖു കമൻ ലാ യഖ്ലുഖ് അഫലാ തദക്കറൂൻ, സൃഷ്ടി നടത്തിയ അള്ളാഹുവും ഒന്നിനെയും സൃഷ്ടിക്കാതെ സൃഷ്ടിക്കപ്പെട്ടവരും ഒരുപോലെയാണോ? നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രാർത്ഥനയും ഇസ്തിഗാസയും സഹായതേട്ടവും എല്ലാം തന്നെ അള്ളാഹുവിനോട് മാത്രം. അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ മരിച്ചു മൺമറഞ്ഞു പോയവരോടോ ഖബറാളികളോടോ മലക്കുകളോടോ ജിന്നുകളോടോ ആരോടും തന്നെ വിളിച്ചു പ്രാർത്ഥിക്കാനും സഹായം തേടാനും പാടില്ല. ഇബാദത്തിൻ്റെ മുഴുവൻ അംശങ്ങളും അള്ളാഹുവിന് മാത്രമേ നൽകാവൂ. അഫ്ദലു ദിക്റായ ഈ ഒരു ദിക്റിൽ, എല്ലാ അമ്പിയാക്കളും ഏകോപിച്ചു പറഞ്ഞ ഈ ഒരു ദിക്റിൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതിന് അള്ളാഹു പറയുന്ന കാരണമാണ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. നാലാമത്തത്, സത്യസന്ധമായി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം എല്ലാറ്റിനും കഴിവുള്ളവനായ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ പിന്നെ നാം നിർഭയരായി. സൂറത്തു ത്വലാഖിലെ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ടല്ലോ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ഇത് 2-ാമത്തെ ആയത്തിലാണ്. ആരാണോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് അവർക്കെല്ലാ വിഷയത്തിലും അള്ളാഹു ഒരു പോംവഴി കാണിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവർ കണക്കാക്കാത്ത രൂപത്തിൽ അള്ളാഹു അവർക്ക് ഉപജീവനം നൽകും. നമ്മളുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറത്ത് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. എന്നിട്ട് അള്ളാഹു പറയുന്നത് നോക്കൂ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആരാണോ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് അവർക്ക് അള്ളാഹു മതി. കാരണം ഇന്നല്ലാഹ ബാലിഗു അംരി, അള്ളാഹു അവൻ്റെ എല്ലാ കാര്യത്തിലും വിജയിക്കുന്നവനാകുന്നു. അള്ളാഹുവിനെ തോൽപ്പിച്ച് കളയാൻ ആർക്കും കഴിയില്ല. അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ നടക്കുകയുള്ളൂ. അങ്ങനെയുള്ളവനായ അള്ളാഹുവിൽ ഒരാൾ ഭരമേൽപ്പിച്ചാൽ അവർക്ക് അള്ളാഹു മതി. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ, അള്ളാഹു എല്ലാറ്റിനും ഒരു ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാകുന്നു അള്ളാഹു ഖാദിറാണ്, അവൻ ഖദീറാണ്, അവൻ മുഖ്തദിറാണ്. കാരണം അവനാണ് എല്ലാറ്റിനും ഖദർ നിശ്ചയിച്ചവൻ. അള്ളാഹുവാണ് എല്ലാറ്റിനും ഖദർ നിശ്ചയിച്ചവൻ. അവൻ എല്ലാ കാര്യത്തിലും വിജയിക്കുന്നവനാണ്. അങ്ങനെയുള്ള അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ടാണ് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത കലിമാത്തുകളുണ്ട്. അതിലുള്ളത് എന്താണ്? ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണം. കാരണം
വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക് വലൗ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക റുഫഅത്തിൽ അഖ്ലാമു വജഫത്തിസ് സുഹുഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നീ എന്ത് ചോദിക്കുകയാണെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുക. സഹായം തേടൽ അള്ളാഹുവിനോട് മാത്രം, വേറെ ആരോടുമില്ല. കാരണം പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടികളും നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്ക് ആ ഉപകാരം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവർക്കാർക്കും നിനക്കൊരു സഹായവും ചെയ്യാൻ കഴിയില്ല. ഇനി മുഴുവൻ സൃഷ്ടികളും നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് നിന്നെ ഉപദ്രവിക്കാനും കഴിയില്ല. പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു, കതറെയ്തിയ മഷി ഉണങ്ങിപ്പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെ സംബന്ധിച്ച് വിശ്വസിക്കുമ്പോൾ ആ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകൾ നിർഭയരായിരിക്കും. മുഴുവൻ സൃഷ്ടികളും ഒരുമിച്ച് കൂടിയാലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി പരിപൂർണമായും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും. ആ തവക്കുലിൽ അയാൾ സത്യസന്ധനുമായിരിക്കും, നിർഭയനുമായിരിക്കും. ഈ ഒരു കാര്യം അള്ളാഹുവിൻ്റെ ഈ 3 അസ്മാകൾ പഠിച്ചാൽ ഉണ്ടാകുന്നതാണ്. 5-മത്തത്, യാതൊരു നിലക്കും നിരാശയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വ്യക്തികളെത്തും. കാരണം നമുക്കറിയാം, ഒരുപാട് രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ ഒരുപക്ഷെ സൃഷ്ടികൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടും അവരുടെ ദുർബലത കൊണ്ടും നിരാശപ്പെട്ടേക്കാം. ഒരു രോഗം മാറാതെ ഇനി ഒരിക്കലും ഈ രോഗം മാറുകയില്ല എന്ന് വിചാരിക്കുക. ഒരു ബുദ്ധിമുട്ട് അത് മാറുന്നില്ല, ഇനി ഒരിക്കലും ഈ ബുദ്ധിമുട്ട് മാറുകയില്ല എന്ന് വിചാരിക്കുക. അള്ളാഹുവിൽ നിന്നൊരു സഹായം ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് വിചാരിക്കുക. ഇതൊന്നും നമുക്ക് പാടില്ലാത്തതാണ്. കാരണം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണെങ്കിൽ നിരാശയുടെ പ്രശ്നം വരുന്നില്ല. ഉദാഹരണത്തിന് മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഏകദേശം 18ഓളം വർഷം വളരെ പ്രയാസമുള്ള ഒരു രോഗം അദ്ദേഹത്തെ ബാധിച്ചു. അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിച്ചു. 1 വർഷം കൊണ്ട് നിരാശനായില്ല, 10 വർഷം കൊണ്ട് നിരാശനായില്ല, 18 വർഷം കൊണ്ടും നിരാശനായില്ല. അപ്പോഴും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്താണ്? സൂറത്തുൽ അംബിയയിൽ പറഞ്ഞതുപോലെ വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, എനിക്ക് ഉപദ്രവം ബാധിച്ചിരിക്കുന്നു, നീ കരുണ കാണിക്കുന്നവരിൽ ഏറെ കാരുണ്യവാനാണല്ലോ റബ്ബേ, അതുകൊണ്ട് എൻ്റെ രോഗം മാറ്റിത്തരണമേ. 18 വർഷം നീണ്ടു നിന്നിട്ടും അവിടെ നിരാശയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫസ്തജബ്നാ ലഹു. അപ്പോൾ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നാം ഉത്തരം നൽകി. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ. അദ്ദേഹത്തിനുണ്ടായിരുന്ന രോഗം നാം മാറ്റിക്കൊടുത്തു 18 വർഷത്തിന് ശേഷം. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന ആരാധിക്കുന്ന ആളുകൾക്ക് ഒരു ഗുണപാഠമാകുവാൻ വേണ്ടി അദ്ദേഹത്തിന് അള്ളാഹു ആരോഗ്യം തിരിച്ചു നൽകി, കുടുംബത്തെ തിരിച്ചു നൽകി, മറ്റു എല്ലാ റഹ്മത്തുകളും അള്ളാഹു തിരിച്ചു നൽകി. അപ്പോൾ രോഗം അദ്ദേഹത്തിന് വന്നു. ധാരാളം ഭാര്യമാർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി, പലരും ഉപേക്ഷിച്ചു പോയി, ഒരു ഭാര്യ ഒഴികെ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ 18 വർഷത്തിന് ശേഷം തിരിച്ചു കൊടുത്തു. അള്ളാഹു കഴിവുള്ളവനാണ്. അവൻ്റെ അടിമകളെ പരീക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ അവനിൽ നിന്നുള്ള പ്രാർത്ഥനക്കുള്ള ഉത്തരം വൈകിയേക്കാം. എങ്കിലും അള്ളാഹു കഴിവുള്ളവനാണ്, ഏത് രോഗവും മാറ്റാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഒരിക്കലും രോഗം കൊണ്ടോ കഷ്ടപ്പാടുകൾ കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ മറ്റു ബുദ്ധിമുട്ടുകൾ കൊണ്ടോ പ്രയാസപ്പെടുന്നവർ നിരാശപ്പെടാൻ പാടില്ല. ഈ അസ്മാകൾ പഠിച്ചാൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, അതേപോലെ തന്നെ ബിനിയാമീൻ, ഇവർ രണ്ടുപേരും യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നഷ്ടപ്പെട്ടു. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് യൂസുഫ് നബിയെ, ബിനിയാമീനിനെ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അവർ കാണാതെയായി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മറ്റൊരു സ്ഥലത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീ വലാ തയഅസൂ മിൻ റൗഹില്ലാ ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാ ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. എൻ്റെ മക്കളെ, നിങ്ങൾ പോവുക, യൂസുഫ് നബിയെയും അതേപോലെ തന്നെ യൂസുഫിൻ്റെ സഹോദരനെയും അലൈഹിമസ്സലാത്തു വസ്സലാം നിങ്ങൾ അന്വേഷിക്കുക. അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ സംബന്ധിച്ച് നിരാശപ്പെടരുത്. അത് സത്യനിഷേധികളുടെ സ്വഭാവമാണ്. ഒരിക്കലും നിരാശയില്ലാത്ത അന്വേഷണം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിൽ എറിയപ്പെടുകയാണ്. ഒരു രക്ഷയുമില്ല എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? സൂറത്തുൽ അംബിയയിൽ കാണാം, ഖുൽനാ യാ നാർ കൂനി ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം വഅറാദൂ ബിഹി കൈദൻ ഫജഅൽനാഹുമുൽ അഖ്സരീൻ. തീയോട് തണുപ്പും സമാധാനവുമാകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ തീ തണുപ്പും സമാധാനവുമായി മാറി ആർക്ക്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക്. അവരുടെ തന്ത്രത്തിൽ നിന്നും അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തുകയും അവരുടെ കുതന്ത്രങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുകയും ചെയ്തു.
അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിരാശ ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ്, ആറാമത്തത്, സൃഷ്ടികളെ ആരെയും നമുക്ക് അള്ളാഹു നൽകിയ ഖുദ്റത്ത് ഉപയോഗിച്ച് ഉപദ്രവിക്കരുത്. കാരണം അള്ളാഹു നമുക്ക് ചില കഴിവോ സ്ഥാനമാനങ്ങളോ ആധിപത്യമോ ഒക്കെ നൽകിയിട്ടുണ്ടാകാം. പക്ഷേ ആ നൽകപ്പെട്ട കഴിവ് ഉപയോഗിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല. കാരണം നമ്മുടെ മേലെ അള്ളാഹു ഉണ്ട് എന്നൊരു ബോധം നമുക്ക് വേണം. വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദി, അടിമകളുടെ മേലെ അധിപനായി നിലകൊള്ളുന്ന അള്ളാഹു ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് സൂറത്തുൽ ഖസസിലെ 78-ാമത്തെ ആയത്തിൽ ഖാറൂനിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടതാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് ഖാറൂൻ പറഞ്ഞു. അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വ അക്സറു ജംഅ. അള്ളാഹു ചോദിക്കുകയാണ്, ഖാറൂൻ അറിഞ്ഞിട്ടില്ലേ ഇവനു മുമ്പ് ഒരുപാട് സമൂഹങ്ങളെ, ആദ് ഗോത്രത്തെ, സമൂദ് ഗോത്രത്തെ എല്ലാം അള്ളാഹു പരാജയപ്പെടുത്തി നശിപ്പിച്ചിട്ടുണ്ട് എന്ന്. ഇവനേക്കാൾ കഴിവും സമ്പത്തുമുള്ളവരായിരുന്നു അവർ. പക്ഷേ അള്ളാഹു അവരെ പരാജയപ്പെടുത്തി. എന്നിരിക്കെ ആരും അഹങ്കരിക്കേണ്ടതില്ല. വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറ വഹിയ ളാലിമ ഇന്ന അഖദഹു അലീമുൻ ശദീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിക്രമം കാണിക്കുന്ന ഒരു ജനതയെ പിടികൂടിയാൽ ആ പിടികൂടൽ ശക്തമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം കഠിനവും വേദനയേറിയതുമാണ്. അങ്ങനെ നമ്മെ പിടിക്കാൻ കഴിവുള്ള ഒരു അല്ലാഹു മേലെയുണ്ട് എന്ന ബോധം വേണം. അതുകൊണ്ട് ആരോടും അന്യായം കാണിക്കരുത്, ആരെയും അതിക്രമിക്കുകയും ചെയ്യരുത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ മസ്ഊദ് അൽ ബദരി അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുൻതു അദ്രിബു ഗുലാമൻ ലീ ബിസൗത്ത്, എനിക്കൊരടിമ ഉണ്ടായിരുന്നു, ഞാൻ ചാട്ട കൊണ്ട് അവനെ അടിക്കാറുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പിറകിൽ നിന്ന് ഒരു വിളി കേൾക്കുന്നത്, ഇഅലം അബാ മസ്ഊദ്, ഓ അബൂ മസ്ഊദ് നീ അറിയണം, ഓ അബൂ മസ്ഊദ് നീ അറിയണം, ഓ അബൂ മസ്ഊദ് നീ അറിയണം എന്ന് 3 തവണ എൻ്റെ പിറകിൽ നിന്നൊരാൾ വിളിക്കുന്നത് കേട്ടു. അങ്ങനെ ആരാണെന്ന് മനസ്സിലായില്ല. പക്ഷേ എൻ്റെ അടുക്കലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, ഇഅലം അബാ മസ്ഊദ് അന്നല്ലാഹ അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഗുലാം, ഈ അടിമ നിന്റെ കീഴിലാണ്, പക്ഷേ നീ അള്ളാഹുവിൻ്റെ അടിമയാണ്. നിന്റെ മേൽ, നിനക്ക് ഈ അടിമയുടെ മേലുള്ള കഴിവിനേക്കാൾ കഴിവുള്ളവനായ ഖാദിറായ ഖദീറായ മുഖ്തദിറായ അള്ളാഹു നിന്റെ മേലെയുണ്ട്. ആ അള്ളാഹുവിൻ്റെ അടിമയാണ് നീ. ഈ അടിമയെ നീ ഉപദ്രവിക്കുകയാണെങ്കിൽ അള്ളാഹു തീർച്ചയായും അവൻ്റെ അടിമയായ നിന്നെയും ഇതുപോലെ ശിക്ഷിക്കുവാൻ, ഇതിനേക്കാൾ കഠിനമായി ശിക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് നിനക്ക് ബോധമുണ്ടാകണം. പിന്നീട് അദ്ദേഹം പറയുന്നത്, പിന്നീട് ഒരിക്കലും ഞാൻ എൻ്റെ അടിമകളെ തല്ലിയിട്ടില്ല എന്നാണ്. ഒരാളെയും ഞാൻ തല്ലിയിട്ടില്ല. അതുകൊണ്ട് ആരെയും ഉപദ്രവിക്കരുത് സഹോദരങ്ങളെ. അന്യായമായി നാം ആരെയും അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം നമ്മേക്കാൾ കഴിവുള്ളവനായ, നമ്മെ ശിക്ഷിക്കുവാൻ കഴിവുള്ളവനായ, നമ്മുടെ സാക്ഷാൽ യജമാനനായ അർ-റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെയുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം. അതോടൊപ്പം മറ്റുള്ള ആളുകളെ സഹായിക്കുവാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടാകണം. കാരണം അള്ളാഹു നമുക്ക് നൽകിയതിൽ നിന്നൊക്കെ ചെലവഴിക്കണം. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നതാണ്. അത് സമ്പത്താകാം, ശാരീരികമായ കഴിവുകളാകാം, എന്തുമാകട്ടെ. ആ അള്ളാഹു നൽകിയ കഴിവിനെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. കാരണം എൻ്റെ ഖുദ്റത്ത് എൻ്റെതല്ല എന്നും എന്നെ പരീക്ഷിക്കാൻ അള്ളാഹു നൽകിയതാണെന്നും അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ സഹായിക്കേണ്ടവനാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വതആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹായിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, എന്നാൽ പാപത്തിലും ശത്രുതയിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത്. അപ്പോൾ 2 പോയിന്റ് കിട്ടി. ഒന്ന്, അള്ളാഹുവാണ് നമുക്ക് ഖുദ്റത്ത്, പല കാര്യങ്ങളും ചെയ്യാനുള്ള ഖുദ്റത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെ നന്മയിൽ ഉപയോഗപ്പെടുത്തണം, നന്മയിൽ സഹകരിക്കണം. തിന്മയിൽ ഉപയോഗപ്പെടുത്തരുത്, തിന്മയിൽ സഹകരിക്കുകയും ചെയ്യരുത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ദുൽഖർനൈൻ പറഞ്ഞതുപോലെ, ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅഈനൂനി ബിഖുവ്വ അജ്അൽ ബൈനകും വബൈനഹും റദ്മ. യഅജൂജ് മഅജൂജിന്റെ ശല്യത്തിൽ നിന്നൊരു സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും ധനസഹായം നൽകാം, ഞങ്ങളൊന്ന് സഹായിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ദുൽഖർനൈൻ പറഞ്ഞത് റഹ്മത്തുള്ളാഹി അലൈഹി, അള്ളാഹു എനിക്ക് നൽകിയ കഴിവ് അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ടതാണ്. അങ്ങനെ അദ്ദേഹം അവരെ സഹായിച്ചത് നമുക്ക് സൂറത്തുൽ കഹ്ഫിൽ കാണാൻ സാധിക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ, മറ്റൊരാളെ സഹായിക്കുമ്പോൾ അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന് സ്വഹീഹായ ഹദീസിലും വന്നിട്ടുണ്ട്.
അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്ഥിതിയും ഈ അസ്മാകൾ പഠിച്ചാൽ നമുക്കുണ്ടാകണം. ഇങ്ങനെ നമുക്ക് അള്ളാഹു നൽകിയ കഴിവിനെ നന്മയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നിൽക്കുക, അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയാന്വിതരാവുക, അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാതിരിക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തുക, പരലോകത്തിൽ വിശ്വസിക്കുക തുടങ്ങി ധാരാളം ഗുണങ്ങൾ, സവിശേഷതകൾ, പ്രത്യേകതകൾ ഈ അസ്മാകൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ നിലക്കുള്ള മഹത്വമേറിയ 3 നാമങ്ങളാണ് അൽ ഖാദിറു വൽ ഖദീറു വൽ മുഖ്തദിർ എന്ന ഈ 3 അസ്മാകൾ. ആ അസ്മാകളുടെ അർത്ഥവും ആശയവും അതിൻ്റെ വൈപുല്യവും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.